അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ക്രിസ്റ്റീന, ഇതെൻ്റെ അമ്മ സിജി. ഞങ്ങൾ വരുന്നത് കോട്ടയത്ത് നിന്നാണ്. എൻ്റെ അമ്മയാണ് ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത്. അതിൻ്റെ ഫലമായി മാതാവ് ഈശോയും ഞങ്ങളെ ഒത്തിരി അനുഗ്രഹിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയായിരുന്നു എൻ്റെ OET എക്സാമിന് വേണ്ടിയിട്ട്. എനിക്ക് 2-3 മാർക്കിന് എല്ലാം പ്രാവശ്യം എനിക്ക് ആ റിക്വയർഡ് സ്കോർ കിട്ടാതെ വരും. ഞാൻ റീവാലുവേഷൻ വെക്കും, പക്ഷേ എനിക്കത് കിട്ടത്തില്ല. അങ്ങനെ എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നീ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുക, അങ്ങനെ അമ്മ മാതാവ് നിൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും കൂടി ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. സെപ്റ്റംബർ 7, 2023 ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഡിസംബറിൽ. അങ്ങനെ ഞാൻ ഡിസംബറിൽ എക്സാം എഴുതുന്നതിന് മുമ്പ് അമ്മ മാതാവിൻ്റെ അടുത്ത് നന്നായിട്ട് പ്രാർത്ഥിച്ചു, മാതാവേ ഇനി ഞാൻ എക്സാം എഴുതത്തില്ല, ഇത് അമ്മ മാതാവ് തന്നെ എന്നെ പാസ്സാക്കണം. അങ്ങനെ ഞാൻ ഒത്തിരി അമ്മ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുകയും കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുകയും ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കാണുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ആ എക്സാം ഹാളിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് എൻ്റെ ക്ലാസ് റൂം നമ്പർ 7 ആയിരുന്നു. ഞാൻ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന വിശ്വാസത്തോടെ ചൊല്ലി ഇവിടുത്തെ വിശുദ്ധ തൈലവും വിശുദ്ധ ഉപ്പും കാശിരൂപവും പിന്നെ അച്ഛനെ കണ്ട് ബ്ലസ് ചെയ്ത കാശിരൂപമായിട്ടാണ് ഞാൻ എക്സാം ഹാളിലേക്ക് കയറിയത്. എനിക്ക് ആ എക്സാം നല്ല ടഫായിരുന്നു. ഞാൻ എക്സാം ഹാളിൽ നിന്ന് കരഞ്ഞുകൊണ്ട് തന്നെയാണ് ഇറങ്ങി വന്നത്. പക്ഷേ ഞാൻ ആ എക്സാം ഹാളിൽ എൻ്റെ ഓരോ പേപ്പർ കൊടുക്കുന്നതിന് മുമ്പും ഞാൻ അച്ഛൻ തന്ന കാശിരൂപം വെച്ച് B സ്കോറെന്ന് എഴുതിയിട്ട് തന്നെയാണ് ഞാൻ ആ പേപ്പർ അവർക്ക് സബ്മിറ്റ് ചെയ്തത്. റിസൾട്ട് വന്നപ്പോൾ അമ്മ മാതാവ് എന്നെ എക്സാമിന് പാസ്സാക്കി. അവിടെ ഞാൻ എല്ലാവരുടെ അടുത്ത് പറഞ്ഞ ഒരു കാര്യമുള്ളൂ, എവിടെ എൻ്റെ മെറിറ്റ് ഫെയിലായോ അവിടെ അമ്മ മാതാവും ഈശോ എന്നെ അനുഗ്രഹിച്ചെന്ന്. ഞാൻ ആ സമയങ്ങളിലെല്ലാം ഒരു വചനം എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നും നോട്ട് ബൈ മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഓഫ് ഗോഡ് എന്നും ഞാൻ എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ഒരു എക്സാമായിരുന്നു CBT എന്ന് പറയുന്നത്. ആ എക്സാമിന് പോയ സമയത്തും ഞാൻ വിശുദ്ധ തൈലവും വിശുദ്ധ ഉപ്പും അമ്മ മാതാവിൻ്റെ കാശിരൂപമായിട്ട് തന്നെയാണ് ഞാൻ എക്സാം ഹാളിലും പോയത്. അവിടെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അവിടെ എൻ്റെ കമ്പ്യൂട്ടർ നമ്പർ 7 ആയിരുന്നെങ്കിൽ ഞാനൊന്ന് ആഗ്രഹിച്ചായിരുന്നു. പക്ഷേ എൻ്റെ അടുത്ത് അവർ പറഞ്ഞു നിങ്ങളുടെ കമ്പ്യൂട്ടർ നമ്പർ 2 ആണ്. ഞാൻ അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഞാൻ എക്സാം ഹാളിൽ കയറിയിരുന്ന് സിസ്റ്റത്തെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആരും എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ആ ഡെസ്കിൻ്റെ അങ്ങോട്ടേക്ക് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡെസ്കിലേക്ക് നോക്കിയപ്പം അവിടെ 7 കണ്ടു. ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. അപ്പം തന്നെ എനിക്ക് റിസൾട്ട് വന്നു. ആ എക്സാം ഞാൻ പാസ്സായി. അവിടെ അമ്മ മാതാവിന് ഈശോയ്ക്ക് ഞാൻ 1000 നന്ദി പറഞ്ഞു. അത് കഴിഞ്ഞ് ഇപ്പം UK അയർലൻഡിലേക്കൊക്കെ ഇൻ്റർവ്യൂസ് കിട്ടാൻ ഭയങ്കര പാടാണ്. പക്ഷേ ഞാൻ മാതാവിൻ്റെ അടുത്ത് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ഇൻ്റർവ്യൂ തന്ന് സഹായിക്കണം. ആ ഇൻ്റർവ്യൂ കിട്ടി. ഞാൻ അതെല്ലാം ശരിയാവുകയാണ്, ഞാൻ ഇവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാം അമ്മ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി മാതാവ് എനിക്കൊരു ഇൻ്റർവ്യൂ തന്ന് സഹായിച്ചു. ആ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഒരു കാര്യമേ പറഞ്ഞുള്ളൂ, മാതാവേ അവർ പറയുന്നത് എനിക്ക് മനസ്സിലാവണം, ഞാൻ പറയുന്നത് അവർക്കും മനസ്സിലാവണം എന്നായിരുന്നു. കാരണം ഇംഗ്ലീഷൊക്കെ പെട്ടെന്ന് നമുക്കതൊന്നായി വരാൻ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ അവിടെയും എനിക്ക് ആദ്യം സിസ്റ്റം ഓപ്പൺ ആക്കാൻ ഭയങ്കര പാടായിരുന്നു. അവിടെ ഞാൻ വിശുദ്ധ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, അമ്മ മാതാവിൻ്റെ കാശിരൂപം മുറുകെ പിടിച്ച് വിശ്വാസപ്രമാണം ചൊല്ലിയതേ എൻ്റെ സിസ്റ്റം ഓണായി. അവർ പറയുന്നത് എനിക്കും മനസ്സിലായി, ഞാൻ പറയുന്നത് അവർക്കും മനസ്സിലായി. അവരെല്ലാത്തിനും ഗുഡ് എന്ന് എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. അവിടെ തന്നെ ഞാൻ അമ്മ മാതാവിന് 1000 നന്ദി പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഉടമ്പടി പുതുക്കേണ്ട ടൈമായിരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവ് ഇത് നിൻ്റെ ഗിഫ്റ്റാണ്. അപ്പോൾ അമ്മ മാതാവ് തന്നെ ആദ്യം എൻ്റെ ഓഫർ ലെറ്റർ കാണണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാൻ മാതാവിൻ്റെ അടുത്ത് വാശി പിടിച്ച് തന്നെ പ്രാർത്ഥിച്ചു, അമ്മ മാതാവ് തന്നെ ഓഫർ ലെറ്റർ ആദ്യം കാണണമെന്ന്. ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി. ഞാൻ അവിടെ ഇന്ന് ലാസ്റ്റ് കോർണറിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ ഫോൺ തുറന്നു നോക്കിയപ്പം എനിക്ക് മെയിൽ വന്നേക്കുന്നു, എൻ്റെ ഓഫർ ലെറ്റർ കിട്ടിയെന്ന് പറഞ്ഞ്. അത് ഞാൻ ആദ്യം നോക്കിയില്ല. ഞാൻ ഇവിടുത്തെ മാതാവിനെയും ഈശോനെ ആദ്യം തന്നെ കാണിച്ചിട്ടാണ് ഞാനത് വായിച്ച് നോക്കിയത് തന്നെ. അത് കഴിഞ്ഞിട്ട് അച്ഛനിവിടെ പറയുന്ന പോലെ സമയ ചുരുക്കം. ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ പ്രോസസ്സിൻ്റെ ഉടനീളം ഒരു തടസ്സമോ ഒന്നും ഉണ്ടാവരുതെന്ന്. അതേപോലെ തന്നെ എല്ലാം പെട്ടെന്നായിരുന്നു എൻ്റെ കാര്യങ്ങളെല്ലാം അമ്മ മാതാവും ഈശോയും എനിക്ക് സാധിച്ചു തന്നത്. എൻ്റെ എല്ലാം പ്രോസസ്സിങ്ങിൻ്റെ ടൈമിലും ഞാൻ ഇവിടുത്തെ വിശുദ്ധ ഉപ്പും വിശുദ്ധ തൈലവും അമ്മ മാതാവിൻ്റെ കാശിരൂപം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഓരോ ഡോക്യുമെൻറ്റ്സും അവർക്ക് അയച്ചുകൊണ്ടിരുന്നത്. പിന്നെ വിസയ്ക്ക് വെച്ചപ്പോഴായാലും ഞാൻ അവിടെ വിശുദ്ധ ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി അമ്മ മാതാവ് എനിക്ക് പെട്ടെന്ന് തന്നെ വിസ സ്റ്റാമ്പ് ചെയ്ത് തന്നു. അവരെന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു നിങ്ങളുടെ വിസ വന്ന് കളക്ട് ചെയ്യാൻ. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോഴത്തേനും അതിനകത്തൊരു കവറിനകത്ത് 7 എന്നായിരുന്നു കണ്ടു. അപ്പം ഞാൻ ഉറച്ച് വിശ്വസിച്ചു അത് അമ്മ മാതാവ് എനിക്ക് സ്റ്റാമ്പ് ചെയ്ത് തന്നെന്ന്. അങ്ങനെ ഞാനൊരു പള്ളിയിൽ പോയിരുന്നത് തുറന്നു നോക്കി. അമ്മയ്ക്ക് ഈശോയ്ക്ക് ഞാൻ 1000 നന്ദി പറഞ്ഞു. ഇതൊക്കെയാണ് അമ്മ മാതാവ് ഈശോയും എനിക്ക് ചെയ്തു തന്ന വലിയ അനുഗ്രഹങ്ങൾ. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ
എൻ്റെ മുന്നിൽ ആര് കൈ നീട്ടിയാലും എൻ്റെ കയ്യിലുള്ളതുപോലെ ഞാൻ ഇവർക്ക് കൊടുത്ത് സഹായിക്കും. പിന്നെ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് എൻ്റെ ആദ്യത്തെ ഉടമ്പടി പുതുക്കലിന് ശേഷമാണ്. അത് ജോബ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചെന്ന് കേട്ടതിന് ശേഷം ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും പിന്നെ എൻ്റെ അടുത്ത് പലരും പ്രാർത്ഥന സഹായം ചോദിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അവർക്കെല്ലാം ഞാൻ ഇവിടുത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അയച്ചു കൊടുക്കുകയും എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ അവരെ ഉൾപ്പെടുത്തും. അങ്ങനെ അവരൊക്കെ എൻ്റെ അടുത്ത് വിളിച്ചു പറയും, എനിക്ക് ആ കാര്യങ്ങൾ സാധിച്ചിട്ട്, എനിക്ക് ഈ കാര്യങ്ങളൊക്കെ സാധിച്ചിട്ടിരുന്നു. അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അവിടെ എല്ലാം ഞാൻ അമ്മ മാതാവിന് 1000 നന്ദി പറയും. പിന്നെ ഞാൻ ഇവിടുന്ന് കാണുന്ന സാക്ഷ്യങ്ങളായാലും അത് എപ്പോഴും എൻ്റെ വാട്സപ്പിലെ സ്റ്റാറ്റസ് ആയാലും എൻ്റെ ഫേസ്ബുക്കിലൊക്കെ നോക്കിയാൽ തന്നെ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ മാത്രമേ ഞാൻ എടുത്തുള്ളൂ. പിന്നെ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യാറുണ്ട്. പിന്നെ ബൈബിൾ വായിക്കും. ഞാൻ ബൈബിൾ വചനങ്ങൾ ഒത്തിരി എഴുതി പ്രാർത്ഥിക്കും. പിന്നെ ഞാൻ നോക്കുന്ന ഓരോ രോഗികളെയും ഞാൻ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷണ സാക്ഷിയായി ഉയർത്തണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ അവരെല്ലാവരും നോക്കുന്നത്. ഞാൻ എവിടെ പോയാലും വിശുദ്ധ തൈലം എൻ്റെ നെറ്റിയിൽ തൂത്തിട്ട് ഞാൻ പുറത്തിറങ്ങത്തുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് ഉടമ്പടിയിൽ അമ്മ മാതാവിൻ്റെ ഉടനീള സംരക്ഷണം മാതാവ് ഈശോയും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ സാക്ഷ്യം. മാതാവിനും ഈശോയ്ക്ക് 1000 നന്ദി. എൻ്റെ മോളിങ്ങനെ സ്റ്റേജിൽ കയറി ആൾത്താരയിൽ സാക്ഷ്യം പറയണമെന്ന് മോൾക്കൊരാഗ്രഹമായിരുന്നു. പക്ഷേ എനിക്കറിയില്ലായിരുന്നു മോൾ ഇത്രയും സ്ഫുടമായിട്ട് പറയുമെന്ന്. ഇവള് സൗദിയിലാണ് ജനിച്ചു വളർന്നത്. അപ്പോൾ അവൾക്ക് ഇത്രയും ഫ്ലുവൻ്റായിട്ട് മലയാളം പറയാനായിട്ട് കിട്ടുമോ എന്നുള്ളത് തന്നെ എനിക്ക് പേടിയായിരുന്നു. അപ്പം ഞാൻ ആദ്യം തന്നെ അച്ഛനോട് പറഞ്ഞു ഞാൻ പറയാമെന്ന്. അപ്പോൾ അച്ഛനെ പറഞ്ഞ് കേൾപ്പിച്ചപ്പം അച്ഛൻ പറഞ്ഞു മോള് തന്നെ പറഞ്ഞോട്ടെന്ന്. പിന്നെ മോളുടെ OET എക്സാം മോള് എഴുതിയിട്ട് തിരിച്ചു വന്നപ്പം കരഞ്ഞോണ്ടാണ് വന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, മാതാവ് നിനക്ക് സാധിച്ചു തരും. അങ്ങനെ എക്സാം എല്ലാം കഴിഞ്ഞ് ഞാൻ 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഞാനൊരു സ്വപ്നം കണ്ടു, ടീന പാസ്സായെന്ന്. അപ്പം ഞാനത് മോളോട് പറഞ്ഞു, നീ പാസ്സാവും, നീ ഉറച്ച് വിശ്വസിച്ചാൽ മതിയെന്ന്. പിന്നെ എനിക്കൊരു സ്വപ്നത്തിൽ ഞാൻ കണ്ടു 300 കൊന്താന്ന്. അപ്പം ഞാൻ ഓർത്ത് ദൈവമേ 300 കൊന്ത എങ്ങനെ ഞാൻ ചൊല്ലി തീർക്കും. അപ്പം എനിക്ക് പിന്നെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരുവാണ്, 3 സമ്പൂർണ്ണ ജപമാല ചൊല്ലിക്കഴിഞ്ഞാൽ 12 കൊന്തയാവും. അങ്ങനെ ഞാൻ 12 കൊന്തയും 10 കൊന്തയും ഡെയിലി ചൊല്ലുമായിരുന്നു. ഒരു മാസമായപ്പം 300 കൊന്ത എനിക്ക് ചൊല്ലി തീർക്കാൻ പറ്റി. അത് വളരെ ഈസി ആയിട്ട് 10 ജപമാല നമുക്കൊരു ദിവസം ചൊല്ലി തീർക്കാൻ പറ്റുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം ഞാനിവിടെ എല്ലാ മാസവും വന്ന് പത്രം എല്ലാം മേടിച്ചുകൊണ്ട് പോകുമായിരുന്നു. അന്നേരം നമ്മുടെ അമ്മ പ്രത്യക്ഷപ്പെട്ട അമ്മ മാതാവിൻ്റെ രൂപത്തിൻ്റെ അവിടെ വന്നപ്പോഴത്തേനും ഞാൻ എന്നും എല്ലാ പ്രാവശ്യം വരുമ്പം അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടങ്ങ് പോവും. ഒരു പ്രാവശ്യം വന്നപ്പോഴത്തേന് ഇങ്ങനെ മുകളിലേക്ക് നോക്കാനായിട്ടുള്ളൊരിത് കിട്ടി. അപ്പോൾ അവിടെ ഒരു വചനം എഴുതി വെച്ചിരിക്കുന്നു, നീ എഴുന്നേറ്റ് ഭൂമിക്ക് നെടുകയും കുറുകയും നടക്കുക, അത് നിനക്ക് ഞാൻ തരും. എനിക്കത് ഭയങ്കര ഒരു വിശ്വാസമായി. ഞാൻ നടക്കുമ്പോഴും എടുക്കുമ്പോഴും അത് എഴുതി പ്രാർത്ഥിക്കുകയും അത് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തു. എന്നെക്കൊണ്ട് ഇവിടെ വരുന്ന എല്ലാവരോടും തന്നെ ഞാനത് പറയുമായിരുന്നു, നിങ്ങളങ്ങനെ ആ വചനം ചൊല്ലു പ്രാർത്ഥിക്കുന്നൊക്കെ. എനിവേ മോൾക്ക് എല്ലാം സാധിച്ചു കിട്ടി. നെക്സ്റ്റ് വീക്ക് മോള് പോവുകയാണ്. അത് അവളുടെ ഒരു ആഗ്രഹമായിരുന്നു, UK പോവുക എന്നുള്ളത്. അത് അമ്മ മാതാവ് ഈ ക്രിട്ടിക്കൽ സ്റ്റേജിൽ അവൾക്ക് സാധിച്ചു കൊടുത്തു. ഞങ്ങൾക്ക് 1000 നന്ദി, കോടാനുകോടി നന്ദി അമ്മയ്ക്കും ഈശോയ്ക്കും. പിന്നെ ഇപ്പം പറഞ്ഞ സാക്ഷ്യം തന്നെ അമ്മ മാതാവാണത് പറഞ്ഞത്. അവൾക്ക് ഇത്രയും ഫ്ലുവൻ്റായിട്ട് പറയാൻ പറ്റത്തില്ല. 1000 നന്ദി. പുറപ്പാട് 14:13 നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ, നിങ്ങൾക്ക് വേണ്ടി എന്ന് കർത്താവ് ചെയ്യുവാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും. സിജി ജേക്കബ് എന്ന ഈ അമ്മയും മകളും വലിയ സന്തോഷത്തോടു കൂടി മകളുടെ ജീവിതത്തിന് ലഭിച്ച നല്ല അനുഗ്രഹങ്ങളെ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. നമ്മൾ ഈ മോളുടെ സാക്ഷ്യം ശ്രവിക്കുമ്പോൾ അവൾ ആവർത്തിച്ച് പറയുന്ന 1-2 കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. മകൾ പറയുന്നുണ്ട്, ഞാൻ ഉടമ്പടി എടുത്തത് സെപ്റ്റംബർ 7-ാം തീയതിയാണ്. ഞാൻ OET പരീക്ഷ എഴുതുന്ന എൻ്റെ റൂമിൻ്റെ നമ്പർ അത് 7 ഞാൻ CBT പരീക്ഷ എഴുതുവാനായി ആഗ്രഹിച്ച കമ്പ്യൂട്ടർ നമ്പർ 7 എന്നാൽ അത് കിട്ടിയില്ല. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ ഞാനിരിക്കുന്ന ഡെസ്കിൻ്റെ പുറത്ത് എഴുതിയിരിക്കുന്ന നമ്പർ 7. പിന്നീട് വിസ എനിക്ക് അടിച്ച് കയ്യിൽ കിട്ടുമ്പോൾ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നമ്പർ 7. മകൾ 7ാമത്തെ നമ്പർ ആദ്യം മുതൽ ഇങ്ങനെ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ ദിവസമായതുകൊണ്ട് ഓരോ തവണയും അത് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. OET പോകുമ്പോൾ CBT പോകുമ്പോൾ വിസയുമായി ബന്ധപ്പെട്ട് ആഗ്രഹിക്കുമ്പോഴൊക്കെ
മകളുടെ മനസ്സിൽ നിന്ന് അമ്മയോട് പറഞ്ഞുകൊണ്ടിരുന്ന കമ്മ്യൂണിക്കേഷൻ എനിക്ക് 7 എന്നത് കിട്ടണമെന്നാണ്. ഒരുപക്ഷെ മകൾ ചോദിച്ചതൊന്നും കിട്ടിയിട്ടില്ല. മകൾ 7ാമത്തെ കമ്പ്യൂട്ടർ ചോദിച്ചു, 7ാമത്തെ കമ്പ്യൂട്ടർ കിട്ടിയില്ല, പക്ഷേ 7ാമത്തെ ഡെസ്ക് കൊടുത്തു. മകൾ വിസ ചോദിക്കുമ്പോഴും ഒരു 7 ചോദിക്കുന്നുണ്ട്. അത് ആ വിസയുടെ അടിച്ചു വന്ന കവറിൽ അത് 7 എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇത് അമ്മ മാതാവ് ചോദിക്കുമ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ എത്ര കണ്ട് ഗൗരവത്തിലെടുക്കുകയും അനുവദിച്ച് തരികയും ചെയ്യുന്നു. ഡേറ്റിട്ട് പ്രാർത്ഥിക്കുമ്പോൾ, അക്കം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ആ സമയ ഘടികാരം നെഞ്ചിൽ ചാർത്തിയ അമ്മ ആ തീയതിയെയും അക്കത്തെയും മാനിക്കുന്നു, അംഗീകരിക്കുന്നു. അത് നമുക്ക് അനുവദിച്ച് തരുന്നുവെന്നത് മകളുടെ വാക്കുകളിൽ വളരെ വ്യക്തമാണ്. അമ്മ പറയുന്നുണ്ട്, ഞാൻ മകൾ OET പരീക്ഷ എഴുതി തിരികെ നിലവിളിച്ച് വരുമ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, മകളെ നീ പേടിക്കണ്ട, നമ്മൾ ഇത്ര കണ്ട് നന്നായിട്ട് ഉടമ്പടിയിൽ വിശ്വസ്തയോടെ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ, അതുകൊണ്ട് അതിന് ഉത്തരമുണ്ടാകും. എന്നിട്ട് അമ്മ പറയുന്നത് സ്വപ്നമാണ്. സ്വപ്നത്തിൽ ടീന പാസ്റ്റ് എന്ന് കൃത്യമായി കിട്ടുന്നുണ്ട്. മകൾ ജയിച്ചുവെന്ന സന്ദേശം അമ്മ മാതാവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. രണ്ടാമത്തത് ഇവിടെ വരുമ്പോൾ രണ്ടാമതൊരു സന്ദേശം കിട്ടുന്നത് അത് 300 കൊന്ത ചൊല്ലുവാനായിട്ടാണ്. ചില സന്ദേശങ്ങൾ നമുക്ക് തരുമ്പോൾ അതിനൊപ്പം ദൈവികമായ ചില ഡിമാൻഡ്സ് നമ്മളിൽ നിന്നും ആവശ്യപ്പെടും. ചിലത് നേടുന്നതിന് വേണ്ടി ചില ത്യാഗങ്ങൾ നമ്മുടെ ജീവിതത്തിന് അനിവാര്യമാണെന്ന സന്ദേശം കൈമാറിക്കൊണ്ടിരിക്കും. അമ്മ എത്ര സുന്ദരമായിട്ട് ആദ്യം ഇത് നടക്കുമോ എന്ന് വിചാരിച്ചെങ്കിൽ കൂടിയും വളരെ എളുപ്പമുള്ളൊരു കാര്യമായി അമ്മ ആ 300 കൊന്ത ചൊല്ലിത്തീർക്കുവാൻ കാണിച്ച ഒരു സന്മനസ്സും ത്യാഗത്തെയുമാണ് അവസാനം ഈശോ അത് മകളുടെ ഫയലെടുത്ത് ഒപ്പിട്ട് കൊടുത്ത് വളരെ സുതാര്യമായി, വളരെ സന്തോഷകരമായി OETയുടെ വിജയം, വിസ പ്രോസസ്സ് വളരെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോയി വിദേശത്തേക്ക് പോകുവാനുള്ള എല്ലാ കാര്യങ്ങളെയും ക്രമീകരിച്ചു കൊടുക്കുന്നത്. മകൾ പറയുന്നുണ്ട്, ഉടമ്പടിയിൽ എത്തിയതിന് ശേഷം എനിക്ക് പ്രാർത്ഥന വളരെ എളുപ്പമായിരുന്നു. ശാന്തമായി പ്രാർത്ഥിക്കുവാൻ, തുടർച്ചയായി പ്രാർത്ഥിക്കുവാൻ, നന്നായി വചനം വായിക്കുവാൻ, രോഗികളെ വളരെ എളിമയോടെ സന്തോഷത്തോടുകൂടി ശുശ്രൂഷിക്കുവാൻ, ജോബ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുവെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് വായിച്ചപ്പോൾ അന്നു മുതൽ എൻ്റെ കാര്യങ്ങൾക്കപ്പുറം മറ്റുള്ളവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനൊക്കെ എനിക്കെപ്പോഴും വളരെ എളുപ്പമുണ്ടായിരുന്നുവെന്ന്. പ്രിയമുള്ളവരെ, ഉടമ്പടി നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ കുറേ കൂടി റിഫൈൻഡാക്കി, കുറേ കൂടി പ്യൂരിഫൈ ചെയ്തുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കും. നമ്മൾ ഇത്ര കണ്ട് ദൈവഹിത പ്രകാരം ഒരു ശുദ്ധീകരണത്തിന് തയ്യാറാകുന്നുവോ, ദൈവ മനസ്സിന് കീഴ്പ്പെടുവാൻ തയ്യാറാകുന്നുവോ, അതനുസരിച്ച് ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ ഗ്രാഫ് ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ പറയുക. ദൈവഹിതത്തിന് നാം വിധേയപ്പെടുമ്പോൾ ദൈവാനുഗ്രഹം മേൽക്കുമേൽ കൂടുതൽ നമുക്ക് നൽകിക്കൊണ്ട് തമ്പുരാൻ നമ്മളെ സഹായിക്കും, നമ്മുടെ അതിർത്തികൾ വിസ്തൃതമാക്കും. അത് സഹോദരി ഒടുവിൽ പറയുന്നുണ്ട്, നെടുകയും കുറകയും ഞാൻ നിൻ്റെ അതിർത്തികൾ വിസ്തൃതമാക്കുന്നതിനെക്കുറിച്ച്, മകളുടെ ലോകം വിശാലമാക്കുന്നതിനെക്കുറിച്ച് അറിയിപ്പ് കിട്ടി. വചനം ഇവിടെ എഴുതി കണ്ടുവെന്ന്. അത് ദൈവത്തിൻ്റെ സന്ദേശത്തിന് മാറ്റമില്ല. അവൻ്റെ വാക്കുകളെന്നും സത്യമാണ്. അവൻ്റെ വാക്ക് നാം അനുസരിക്കുമെങ്കിൽ അവൻ്റെ വാഗ്ദാനം നാം പ്രാപിക്കുക തന്നെ ചെയ്യും. ഈ മകൾക്ക് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.